ശ്രീമഹാഗണപതി നമഃ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും മറ്റ് പ്രിയമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു കപ്പിത്താൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൻ്റെ ഔപചാരികമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഇത്രയും കാറ്റുമഴയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് കുറച്ച് വേഗം പോകാം എന്ന് തോന്നിയത്. മര്യാദയല്ലെന്ന് എനിക്കറിയാം. മുഴുവനും എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് സംസാരം കേൾക്കാൻ ഇഷ്ടമാണ്. ഓരോരുത്തരുടെയും പ്രസംഗത്തിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്. പല കാര്യങ്ങളും പല പോയിൻറ്റ്സും അപ്പോഴാണ് മനസ്സിലാക്കാൻ തന്നെ പറ്റുക. അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടിരിക്കാൻ. പക്ഷേ യാത്ര കുറച്ച് ഇന്ന് തന്നെ ഞാൻ ആലപ്പുഴ വഴി വരുമ്പോൾ ഇത്രയും അപകടം പിടിച്ചതാണ് വഴിയെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര കുണ്ടും കുഴിയും പാലം പടിയും നടക്കുന്നത് കൊണ്ട് ഒരു 1.5 മണിക്കൂർ എടുത്തു അവിടുന്ന് തിരുവല്ല വരെ എത്താൻ, ചങ്ങനാശ്ശേരി ജംഗ്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇത്രയൊന്നും വിചാരിച്ചില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ട്. തിരിച്ചും അതുപോലെ തന്നെ വേണമല്ലോ, രാത്രി ഒരു നേരമാവും ചെന്ന് കയറുമ്പോൾ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ രാജുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു 35 വർഷത്തിന് ശേഷം ഇന്നാണ് കാണുന്നത്. 35 മതിയോ രാജു? ഏതാണ്ടൊരു 35 വർഷത്തിന് മുമ്പേ രാജുവിൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ ടീച്ചറായിരുന്നു ഞാൻ. അപ്പോൾ ദിവസവും രാവിലെ രാജു മോളെയും കൊണ്ടുവരും, കുട്ടിയെ കൊണ്ടുവിട്ടിട്ട് പോകും. അപ്പം ഞങ്ങളങ്ങനെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല, 1-2 വാക്കുകൾ കൈമാറിയിട്ടുണ്ടാവും. അതിനുശേഷം ഈയിടെ വിളിച്ച്, ഞാൻ ഇന്ന ആളാണ്, ഓർമ്മയുണ്ടോ, ഇതുപോലെ പുസ്തകം എഴുതിയിട്ടുണ്ട്, വരണം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായി. ശരത്ചന്ദ്രവർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ തന്നെയാണ്. അച്ഛനെ ഞങ്ങൾ കുട്ടനമ്മാവൻ എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്നു. ഈ അക്ഷരം എന്ന് പറയുന്നത് എന്താ പറയുക, ഇത്രയും പവർഫുള്ളായിട്ടൊരു സാധനം ഇല്ല കേട്ടോ. ഇലക്ട്രിസിറ്റി ഒന്നുമല്ല, വാക്കുകളുടെ പോലെ അല്ലേ. ഒരൊറ്റ വാക്കൊക്കെ മതി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതം തന്നെ തിരിഞ്ഞ് മറിഞ്ഞ് വരാൻ ഒരു വാക്കൊക്കെ മതി. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് എഴുതാനുള്ള ഒരു കഴിവുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഈ അടുത്ത കാലത്ത് പി ഭാസ്കരൻ്റെയും എസ് ജാനകിയുടെയും ഒരു കാര്യം നിങ്ങളൊക്കെ ചിലപ്പോൾ വായിച്ചു കാണുമോ. അതൊക്കെ തന്നെ ഒരു ഉദാഹരണമാണ്. അതായത് എസ് ജാനകി കാണാൻ ചെന്നു അത്രേ ഭാസ്കരൻ മാസ്റ്ററെ. തീരെ അവശ്യ നിലയിൽ കിടക്കുമ്പോൾ, ഓർമ്മയൊന്നും ശരിക്കില്ല. ആ സമയത്ത് കാണാൻ ചെന്നപ്പോൾ ജാനകിയമ്മ പറഞ്ഞു, മാഷേ ഞാനാണ് എന്ന് പറഞ്ഞു. ആരാ? ഞാനാണ് ജാനകിയാണ്, എസ് ജാനകിയാണ് പാട്ട് പാടുന്നത്. പാട്ട് പാടുമോ? ഓ ഞാൻ പാട്ട് പാടും. ഓ എന്നാൽ ഒരു പാട്ട് പാടും. അപ്പോൾ ഉടനെ ഇവർ തളിരിട്ട കിനാക്കൾ തൻ താമരമാലയുമായി എന്ന് പാട്ട് പാടി. അപ്പോൾ ഇദ്ദേഹം കണ്ണടച്ചോ, എന്ത് രസമാണ് കേൾക്കാൻ. വേറെ പാട്ടൊക്കെ അറിയുമോ? ആ എനിക്ക് പാട്ടുകൾ അറിയാം മാഷേ, ഞാൻ ജാനകിയാണ്. മനസ്സിലായില്ലേ, ഞാൻ സാറിൻ്റെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. വീണ്ടും താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. അങ്ങനെ ഓരോ പാട്ടുകൾ പാടുകയാണ്. ഒക്കെ കഴിഞ്ഞിട്ട് ജാനകിയമ്മയ്ക്ക് വലിയ വിഷമായി. അവരെഴുന്നേറ്റ് യാത്ര പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം മാഷേ. എന്നാൽ ശരി, ഇടയ്ക്ക് ഇവിടെ വന്നിരുന്ന് പാട്ടൊക്കെ പാടിത്തരണം കേട്ടോ. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു, ഈ പാട്ടുകളൊക്കെ ആരാ എഴുതിയത്? ഓ കണ്ണ് നിറഞ്ഞു പോയി എനിക്ക്. ഒരാളെ എഴുതിയ പാട്ടുകൾ അവനവന് ഓർമ്മയില്ല. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താൻ അതേ കാലമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ എത്ര വലിയ കവിയായാലും എഴുത്തുകാരനായാലും നർത്തകിയായാലും ചിത്രകാരനായാലും എത്ര വലിയ പേരുള്ള ആളായാലും അങ്ങനൊരു സമയം നമുക്കൊക്കെ ഉണ്ട് അവസാനത്തിലേക്ക്. അതാണ് അവൻ്റെ ആ വാക്കുകൾ. എന്നിട്ടും അദ്ദേഹം പോയി കഴിഞ്ഞു, വയലാറും നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു. പക്ഷേ നമുക്ക് പാട്ടുകൾ മറക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞ അക്ഷരത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. പണ്ടത്തെ പാട്ടുകളെന്ന് തന്നെ എടുത്ത് പറയണം. ഇപ്പോഴത്തെ പാട്ട് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഏതെങ്കിലും ഒരു പാട്ട്, എന്താണ്, ജീവാംശമായി താനേ മോളും, ബാക്കി എന്താ എനിക്ക് ഓർമ്മയില്ല. ജീവാംശമായി താനേ അല്ലേ, അങ്ങനെ പാട്ടില്ലേ ഈ അടുത്ത് തീവണ്ടിയിൽ. നല്ല പാട്ടാണ്, നല്ല രസമുണ്ട് കേൾക്കാൻ. പക്ഷെ എനിക്ക് ബാക്കി വലിയ ഓർമ്മ വരുന്നില്ല. പിന്നെ ഇത്ര തന്നെ. എന്നാൽ അതേസമയം നമുക്ക് പണ്ടത്തെ പാട്ട് എടുത്ത് നോക്കൂ, താമസമെന്തേ വരുവാൻ പ്രാണസഖി, മറക്കില്ല. നമുക്ക് ബാക്കി വരി മുഴുവനും അറിയാം. ഇടയിൽ എങ്ങാനും മാറ്റി ആരെങ്കിലും പാടി നമ്മൾ അവരെ കയറി തല്ലാനുള്ള ദേഷ്യം വരും എനിക്ക്. തളിർമരം ഇളകി നിൻ്റെ തങ്കവള കിലുങ്ങിയല്ലോ എന്ന് തന്നെയല്ലേ, അത് വേറെ എന്തെങ്കിലും അവർ മാറ്റി, എനിക്ക് ഭയങ്കര ദേഷ്യം. അതല്ല, കിലുങ്ങിയല്ലോ അത് തന്നെയാണ് വാക്ക്. മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ദേഷ്യം വരും.
ആ വാക്കുകളുടെ പവർ അതാണ് പറയുന്നത്. അന്ന് കാലത്ത് കേട്ട പാട്ടുകൾ നമുക്ക് മറക്കാനേ പറ്റില്ല. അതാണ് അക്ഷരത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. മറക്കാൻ പറ്റില്ല കേട്ടോ. ഓരോന്നും നമ്മുടെ ഹൃദയത്തിലും തലച്ചോറിലും കയറി അലിഞ്ഞ് ചേർന്ന് ഇപ്പോൾ തലയ്ക്ക് പിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ എഴുത്തുകാരനും കടപ്പെട്ടിരിക്കുന്നു അക്ഷരങ്ങളോട്. അപ്പോൾ അത് മറക്കാതിരിക്കട്ടെ രാജു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പുസ്തകം നമ്മുടെ മനസ്സിൽ തറയ്ക്കണം. ഞാൻ വായിച്ചില്ല, വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, ഓ ഇദ്ദേഹം ഇത്ര രസമായിട്ട് ഇതൊക്കെ ആസ്വദിച്ചല്ലോ, ഈ അനുഭവങ്ങൾ നമുക്ക് പകർന്ന് തന്നല്ലോ എന്നായിരിക്കണം ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഓരോ എഴുത്തും ഓരോ പുസ്തകങ്ങളും വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. ചില പുസ്തകങ്ങൾ നമ്മൾ കുറച്ച് വായിക്കുമ്പോൾ ബോറ്, ഇനി ഇത് മുഴുവൻ വായിക്കണ്ടേ, പിന്നെ നമ്മൾ 10 പേജ് മാറ്റിയിട്ട് അവസാനത്തെ ഭാഗം മാത്രം വായിച്ചിട്ട് അടച്ചു വയ്ക്കും. ആ ഒരു അവസ്ഥയിലേക്ക് വരരുത്. ഓരോരുത്തർക്കും എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്നത് അത് സരസ്വതി കടാക്ഷം കൊണ്ട് മാത്രമാണ്. ഞാൻ ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല. അദ്ദേഹത്തിന് എൻ്റെ എല്ലാ ആശംസയും ഈശ്വരാധീനവും ഞാൻ നേരുന്നു. കുട്ടൻചേട്ടനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ മുഴുവൻ സംസാരിച്ച് കേൾക്കാൻ നിൽക്കുന്നില്ല, ക്ഷമിക്കണം. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം. ഒരു കപ്പിത്താൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഇതിൻ്റെ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷയായിരിക്കുന്ന ഇതൊരു യാത്രാവിവരനാണ്, ഓർമ്മയിലൂടെയുള്ളൊരു യാത്രയാണ്. അധ്യക്ഷ തന്നെ കലാരംഗത്തുനിന്ന് കലാതിലകം നേടി രാഷ്ട്രീയത്തിലേക്ക് നടത്തിയൊരു യാത്രയാണ് ഇതുവരെയുള്ള ജീവിതം. എന്ന് പറഞ്ഞ പോലെ എൻ്റെ സഹോദരി ശ്രീമതി ഊർമിള ഉണ്ണി കഥാപാത്രങ്ങളിലൂടെ നർത്തനം ചെയ്ത് യാത്ര ചെയ്ത് കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ഇപ്പോഴും യാത്ര തുടരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് അപരിചിതൻ എന്ന സിനിമയിലെ ത്രിപുര സുന്ദരി വർമ്മ എന്ന ആ ഒരു കഥാപാത്രമാണ്. മറക്കില്ല, ഭയങ്കര തീക്ഷ്ണമായിരുന്നു ആ കഥാപാത്രം. അതേപോലെ തന്നെ ഇന്നിപ്പോൾ അദ്ദേഹം എഴുതിയത് VSM, അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം എന്തെങ്കിലും ജയൻ എനിക്കിത് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, എന്തെങ്കിലും അതിനെക്കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതം ഒരു യാത്രയാണ്. ONV പറഞ്ഞ പോലെ ദൂരെ 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 ഏതോ തീരം തേടി പോകും യാത്ര, അനന്തമാം യാത്ര, ആദമിൻ മക്കൾ തൻ തുടർ യാത്ര. ജീവിതയാത്ര എപ്പോഴും തുടർ യാത്രയാണ്. പക്ഷെ പറയുമ്പോൾ നമുക്കിപ്പം അവസാനിക്കും തോന്നുന്ന പല പല ഘട്ടങ്ങളും ഉണ്ടാവും. പക്ഷേ അതല്ല, ഇതാ ഇവിടെ വരെ യൂസഫ് അലി കേസിയുടെയാണ്. ഈ യുഗസംക്രമസന്ധ്യ വരെ, പരിവർത്തനത്തിൻ്റെ പാത വരെ, പരിണാമസാഗര സീമ വരെ. ചെറിയൊരു യാത്രയല്ല, പരിവർത്തനത്തിൻ്റെ പാത വരെയാണ് യാത്ര, പരിണാമത്തിൻ്റെ സാഗരത്തിൻ്റെ സീമ. അതേപോലെ ഒരു കടൽ യാത്രയാണ് അദ്ദേഹത്തിൻ്റെ, ഒരു കപ്പിത്താൻ്റെ നമ്മൾ സാഗരത്തിലൂടെയുള്ള യാത്ര. വള്ളംകുളം ഞാൻ 2 അത്യാവശ്യം മാത്രം വായിച്ചു. അതിൻ്റെ അവതാരികയല്ല, ഓരോ ആദ്യത്തെ എത്ര അധ്യായങ്ങൾ വായിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം വള്ളംകുളത്തുനിന്ന്, വണ്ടിയില്ലാത്ത വള്ളംകുളത്തുനിന്ന് യാത്ര തുടങ്ങിയതാണ്. അതിനകത്ത് തന്നെ ഒരു വല്ലാത്ത അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര വേദനിച്ചുള്ള കാര്യം. ഇന്ന് വള്ളംകുളത്തേക്ക് വണ്ടികളും റോഡുകളും ധാരാളമുണ്ട്, അന്നൊന്നുമില്ലായിരുന്നു. സ്വന്തം അമ്മ പ്രസവിക്കാനായിട്ട് ആ വണ്ടി കിട്ടാൻ പെട്ട പാടും, ആ സമയത്ത് തന്നെ ആ ആശുപത്രിയിൽ മറ്റൊരു അമ്മ പ്രസവിക്കാൻ കിടക്കുകയും അയാളുടെ മകൻ വണ്ടിയായിട്ട് വരുന്നതുകൊണ്ട് ആ വണ്ടി വീട്ടിലേക്ക് എത്തിക്കാൻ പെട്ടൊരു പാടുണ്ട്. വാഴയൊക്കെ ചവിട്ടി തെറിപ്പിച്ച് ഒരു വഴി ഉണ്ടാക്കിയാണ് അന്ന് അമ്മയെ ആശുപത്രി കൊണ്ടുപോയത്. അപ്പോൾ ആ യാത്രയുടെ ആരംഭം തന്നെ, ഏത് യാത്രയും കഠിനമാണ്, കല്ലും മുള്ളും നിറഞ്ഞാണല്ലോ നമ്മുടെ പാതകൾ. പക്ഷേ അവിടുന്ന് അദ്ദേഹം തുടങ്ങി അദ്ദേഹത്തിൻ്റെ പഠനയാത്രയിലൂടെ ചെന്നൈയിലും, പിന്നെ അത് കഴിഞ്ഞ് സാഗരത്തിലേക്ക്. ജീവിതം എന്ന കടൽ അറ്റമില്ലാത്ത, എവിടെയാണ് എൻ്റെ അവസാനം, പിന്നെ ആരംഭം അവസാനം അറിയാത്തൊരു കടൽ തിരമാലകളുടെ ഉലഞ്ഞുലഞ്ഞ് പോകുന്ന ഒത്തിരി നല്ലതും ചീത്തയായ അനുഭവങ്ങളായിരുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എനിക്ക് മനസ്സിലാക്കിയുള്ള വളരെ ഉത്തരവാദിത്തമുള്ളൊരു കപ്പിത്താനായിട്ട് തന്നെയാണ് അദ്ദേഹം റിട്ടയർ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാര്യം അദ്ദേഹത്തെ കൂടുതൽ ഏറ്റവും അവസാനത്തെ കൊച്ചിയിൽ വന്നതിന് ശേഷമുള്ള കപ്പൽ യാത്രകൾ, ആൻഡമാൻ നിക്കോബാറിലെ ആ പ്രദേശ ആൾക്കാർക്ക് ദ്വീപുകൾക്ക് സഞ്ചരിക്കാനായിട്ട് കപ്പൽ മാർഗ്ഗം അല്ലാണ്ട് മറ്റൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ അവർക്ക് രോഗം വരുന്നതും അവരെ എത്തിക്കാനും ഒക്കെ പെടുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട, അതിനകത്തൊരു തിരുവിതാംകൂർ അമ്മച്ചിയുടെ കാര്യം പറയുന്നുണ്ട്. മുണ്ടും ചട്ടയിട്ട് നടന്നിട്ട് ഇതിൽ നിന്ന് കൈപിടിച്ച് കയറ്റാനായിട്ട് ഖലാസി കൈ നീട്ടിയപ്പോൾ കൈ കൊടുക്കാൻ മടിക്കുകയും ഉരുണ്ട് താഴെ വീണപ്പം ഖലാസിയുടെ ബലിഷ്ഠമായ കയ്യിൽ കിട്ടിയത് അവരുടെ മുണ്ടാണ്. അപ്പോൾ മുണ്ട് കരയിലും ഇവർ മുള്ളില്ലാണ്ട് വെള്ളത്തിൽ കിടക്കുന്ന ഒരു രംഗം. ഇതൊക്കെ അതും നർമ്മമായിട്ട് വരുന്നു. പക്ഷേ കൂടുതലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും അവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നതോടൊപ്പം
ഒരു വിലാപത്തിൻ്റെ അധ്യായമുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല. അതെന്താണ് എന്നുള്ളത് വായിക്കാൻ അതൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്കത് സാധിച്ചില്ല. കാര്യം ഒന്നാമതെ മുഴുവനായിട്ട് കാര്യം പ്രകാശിക്കപ്പെടുന്ന പുസ്തകം മുൻകൂട്ടി അറിയാം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചവൾക്ക് അവളുമായി അതിനു മുമ്പ് ബന്ധമുണ്ടെന്ന് പറയുന്ന പോലെയാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ബന്ധമാണല്ലോ നല്ലത്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത, പക്ഷേ എങ്കിലും എന്തെങ്കിലും പറയണമല്ലോ. ഒരു ഓർമ്മക്കുറിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർക്കുന്ന വയലാറിൻ്റെ യാത്രയാണ്. വയലാറിൻ്റെ പേരാറ്റിൻ കരയിലേക്കൊരു തീർത്ഥയാത്ര, കേരളത്തിലെ മണ്ണിലേക്കൊരു തീർത്ഥയാത്ര. ഏത് യാത്രയും ഇങ്ങനെയാണല്ലോ. യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ അറിവ്. ഇപ്പം നമ്മളിപ്പോൾ അറിയുന്ന യാത്രയെല്ലാം കാഴ്ചകളായി. പണ്ട് പുസ്തകത്തിലൂടെ തന്നെ വായിച്ച് നമ്മൾ യാത്ര അറിഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് തന്നെ സങ്കല്പിക്കാമായിരുന്നു. ഇപ്പം സങ്കല്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കാണേണ്ട ഇടങ്ങളെല്ലാം സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ നമ്മളെ നേരിട്ട് കാണിച്ചു തരികയാണ്. അതാണിപ്പോൾ നമ്മൾക്കുള്ള യാത്രയുടെ വ്യത്യാസം. പക്ഷേ അല്ലാണ്ടൊരു യാത്രയുണ്ട് നമ്മുടെ. അത് ഞാൻ ചെറിയൊരു കഥയല്ല, MT വാസുദേവനാരുടെ തീർത്ഥാടനം അല്ല വാനപ്രസ്ഥം എന്ന പുസ്തകം. അത് തീർത്ഥാടനം എന്നുള്ള സിനിമയായിട്ട് ഷാജി N കരുൺ ഇറക്കിയിട്ടുണ്ട്. ഈ വാനപ്രസ്ഥം വായിക്കുന്നതിൻ്റെ ചെറുപ്പകാലത്താണ്. അപ്പോൾ ചെറുപ്പകാലത്ത് പ്രണയമില്ലാത്ത ആരും കാണില്ല. പ്രണയയാത്ര ചെയ്യാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. എനിക്കും ഉണ്ടായിരുന്നു നല്ലൊരു പ്രണയം ആ സമയത്ത് ഈ പുസ്തകം വായിക്കുമ്പോൾ. അതിനകത്ത് അങ്ങനെ വെച്ചാൽ 2 പേര് പ്രണയിച്ചു, കല്യാണം കഴിക്കാണ്ട് പിരിഞ്ഞു, 2 വഴിക്ക് പോയി, 2 ജോലി ചെയ്തു. ഏറ്റവും അവസാനം ഇവർ ഒരിക്കൽ അവിചാരിതമായി മൂകാംബികയിലേക്കുള്ള യാത്രയിൽ അവിടെ ഒന്ന് ഇറങ്ങുകയും ജീപ്പിലുള്ള യാത്ര ഒരുമിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകുകയാണ്. അപ്പോൾ ഈ യാത്ര ഞാനിപ്പോൾ ഒരു 10-100 തവണ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. കാര്യം ആ സമയം എനിക്കിഷ്ടമുള്ള ഒരു പെണ്ണും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാണ്ട് പോയ പെണ്ണും ഞാനുമായിട്ടുള്ള പ്രണയ യാത്രയാണത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തെ എന്ന് പറഞ്ഞ് ഞാനാണ്, പെണ്ണ് എൻ്റെ ഇഷ്ടപ്പെട്ട ആ മുഖവും. അപ്പോൾ ഇങ്ങനെ ഓരോ തവണ യാത്ര അത് വായിക്കുമ്പോഴും ഇതിങ്ങനെ മനസ്സിലിട്ട് നിവേദിച്ച് അതിൻ്റെ തിരുവസരം കഴിക്കുന്ന ഒരു സുഖമായിരുന്നു. പക്ഷേ ഈ പടം ഷാജി N കരുൺ ഇറക്കി തീർത്ഥാടനം എന്നുള്ള പേരിൽ. അതിനകത്ത് നായകൻ ജയറാമും നായിക സുഹാസിനിയാണ്. പിന്നെ ആ പുസ്തകം എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനി എപ്പോൾ വായിച്ചാലും ജയറാമും വരും, ഇപ്പുറത്ത് സുഹാസിനി, ഞാനും ഇല്ല, എൻ്റെ കാമുകയില്ല. പിന്നെ എന്ത് യാത്ര? അതുപോലെ യാത്ര ഒരിക്കലും ഡെഡ് എൻഡ് ആവരുത്. യാത്ര എപ്പോഴും പുറകെ വരുന്നവരെ കൊണ്ടുപോകുന്നതാവണം. അപ്പുറത്ത് ഒരു തൊണ്ടി കസ്തൂരിമാൻ്റെ കാര്യം പറയുന്ന പോലെയാണ്. കസ്തൂരിമാൻ യാത്ര ചെയ്യുന്ന കസ്തൂരി അതിൻ്റെ ശരീരത്തിലുള്ളൊരു ഗ്രന്ഥിയാണ്, അതിൽ പുറപ്പെടുവിക്കുന്ന മണമാണത്. പക്ഷെ അതിനറിയില്ല. കസ്തൂരിയുടെ മണം അന്വേഷിച്ച് നടക്കുകയാണ് കസ്തൂരിമാൻ അതാണ് എന്ന് പറഞ്ഞ പോലെ ഒരു എഴുത്തുകാരൻ തീർച്ചയായിട്ടും എന്തോ ഉണ്ട് അപ്പുറത്ത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എഴുതി വയ്ക്കുന്നതാണ്. കാര്യം ഒരു വ്യക്തി ഇല്ലാണ്ടായാൽ ഒരു അറിവ് നശിക്കുക എന്നാണ്. അപ്പോൾ എഴുതാൻ കഴിയുന്നവർ ഇപ്പം ഇതുപോലെ, ഇപ്പം അദ്ദേഹത്തിൻ്റെ അറിവ് എനിക്ക് കടലറിവ് കുറച്ച് കിട്ടുന്നുണ്ട് അത് വായിക്കുമ്പം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ജോലിയാണ്. അടുത്ത തലമുറയിലേക്ക് ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയാൻ വയ്യാത്തൊരു കാലം വരും. ഇപ്പം തന്നെ ആയി തുടങ്ങി പലതും. ആ അറിവ് ശേഖരിച്ച് വയ്ക്കുക, അതാണ് ഒരു എഴുത്തുകാരൻ്റെ ഗുണവും ശക്തിയും. അപ്പോൾ തീർച്ചയായും ആ ഒരു നിലയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ്, അതിന് ആ ഓർമ്മക്കുറിപ്പ് കപ്പിത്താനെ ഒരു സല്യൂട്ട് തന്നുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബം, ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരു കപ്പിത്താൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകരചയിതാവ് ഞാൻ രാജുചേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ VSM നായർ എൻ്റെ വല്യേട്ടനാണ്. വലിയ പറമ്പിൽ എന്ന ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ തലമുറയിലെ ഏറ്റവും മുതിർന്ന ആളെന്ന നിലയിലും ഒരു കപ്പൽ എന്നത് പുസ്തകത്താളിൽ മാത്രം കണ്ടിരുന്ന എൻ്റെ കുഞ്ഞു പ്രായത്തിൽ കപ്പലിൽ ജോലി ചെയ്തിരുന്ന ആൾ എന്ന നിലയിലും ഏറെ ബഹുമാനത്തോടെയും അത്ഭുതത്തോടെയും എൻ്റെ അമ്മയുടെ സാരിത്തുമ്പിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ചേട്ടനെ വല്ലപ്പോഴും കണ്ടിരുന്ന ചേട്ടനെ നോക്കിക്കണ്ടിരുന്ന എൻ്റെ ബാല്യം ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു. കപ്പലിനെ പറ്റി, അതിലെ ജീവിതത്തെപ്പറ്റി, സഞ്ചരിച്ച വഴികളെപ്പറ്റി, കണ്ടറിഞ്ഞ വിവിധ ആൾക്കാരെപ്പറ്റി, വിവിധ സംസ്കാരങ്ങളെപ്പറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ. അന്ന് എൻ്റെ മനസ്സിലുയർന്ന ചോദ്യങ്ങൾക്കുള്ള ആത്മഗന്ധിയായ ഒരു വിവരണമാവും ഒരു കപ്പിത്താൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ആശയവിനിമയത്തിന് യാതൊരുവിധ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഇല്ലാതിരുന്ന കാലത്ത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ളത് നമ്മുടെയൊന്നും ചിന്തകളിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് മാസങ്ങളോളം വീടും നാടും വിട്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു ശുഭമുഹൂർത്തങ്ങളിൽ പോലും പങ്കെടുക്കുവാനാകാതെ ഉള്ള ഒരു ജീവിതം. എന്തിനേറെ മാസങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ വീട്ടിലെത്തുമ്പോഴാവും തിരിച്ചറിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പലരും നമ്മളെ വിട്ടുപോയി എന്നുള്ളത് തന്നെ. ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കപ്പിത്താൻ്റെ ഇന്നത്തെ ഈ സന്തോഷത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ത്യാഗത്തിൻ്റെ, ആത്മസംഘർഷങ്ങളുടെ കഥ കൂടി ഉണ്ടാവും. അത് നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ എന്നതാണ്. ചേട്ടൻ്റെ രചനയുടെ നിലവാരം ഒരിക്കലും താഴേക്ക് പോകാൻ വഴിയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു പുസ്തക പ്രകാശനം എന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാലത്തും കയ്യിൽ കിട്ടിയ കടലാസുകളിൽ ഒട്ടേറെ കവിതകളും രചനകളും നടത്തിയിരുന്ന പരേതരായ ശ്രീ നെല്ലിമങ്ങാട്ട് മാധവൻ പിള്ള ജാനകിയമ്മ അധ്യാപക ദമ്പതികളുടെ കൊച്ചുമകനാണ് ശ്രീ VSM നായർ. അവരുടെ രചനകൾ പലതും വെളിച്ചം കണ്ടത് മരണശേഷമാണെന്ന് മാത്രം. കലയെയും കലാകാരന്മാരെയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബത്തിലെ എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള മൺമറഞ്ഞ പുണ്യാത്മാക്കൾ അകലങ്ങളിൽ എവിടെയോ ഇരുന്ന് ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടാവും, ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. അവരുടെ അനുഗ്രഹം ചേട്ടൻ്റെ തൂലിയയ്ക്ക് ശക്തി പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വൈകിയ വേളയിൽ അധികം ദീർഘിപ്പിക്കുന്നില്ല. സാഹിത്യ ലോകത്തേക്കുള്ള ചേട്ടൻ്റെ ചുവടുവയ്പ്പിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം എൻ്റെ പ്രാർത്ഥനയും ഉണ്ടാകും. ചേട്ടനോടൊരു പ്രത്യേക താങ്ക്സും കൂടെ പറയാനുണ്ട്. കാരണം ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ സാറിനോടൊപ്പം എനിക്ക് കുറച്ച് അധികം സമയം ചിലവഴിക്കുവാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇങ്ങനെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞതിലും നന്ദി. നമസ്കാരം. ബഹുമാന്യായ അധ്യക്ഷ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തി ശ്രീ ബിന്ദു ജയകുമാർ, നമ്മുടെ ഇന്ന് ഈ സായം സന്ധ്യയിൽ ഇവിടെ വന്ന് ഈ പുസ്തക പ്രകാശനം ചെയ്ത നമ്മുടെ വയലാർ ശരത്ചന്ദ്രവർമ്മജി, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, ഞങ്ങളൊക്കെ രാജുചേട്ടൻ എന്ന് വിളിക്കുന്ന VSM നായർ, ക്യാപ്റ്റൻ VSM നായർ, സ്വാഗത പ്രസംഗം നടത്തിയ ചേട്ടൻ്റെ ക്യാപ്റ്റൻ VSM നായരുടെ അനിയൻ കൂടിയായ ഞങ്ങൾക്ക് അനിയൻ കുഞ്ഞേട്ടൻ എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ നായർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുൻ ചെയർമാനും കൂടിയായ, ഞാൻ ആശംസാ പ്രസംഗം പറയുന്നില്ല കാരണം വൈഫ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ആശംസാ പ്രസംഗം നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് ഇവിടെ കയറിയത്, ശ്രീ ജയകുമാർ വള്ളംകുളം, മറ്റ് സ്നേഹം നിറഞ്ഞ വെല്ലുപറമ്പിൽ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ഒന്ന് മഴ പെയ്തു. കാരണം മഴ പെയ്തപ്പോൾ സന്തോഷം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് സന്ധ്യാസമയത്ത് ഓർമ്മ വന്നത് ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പലപ്പോഴും അമ്മയുടെ പല പ്രോഗ്രാമുകളും പുറത്ത് നടക്കുമ്പോൾ മഴ പെയ്യാറുണ്ട്. ചെറുവൽപ്പുഴ ഉൾപ്പെടെയുള്ള കൺവെൻഷൻ നടന്നപ്പോൾ. പക്ഷെ അന്ന് അമ്മ പറയും, മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട, മഴ പെയ്താൽ നമ്മുടെ ആ ചടങ്ങ് ധന്യമായി, ആ ചടങ്ങ് വളരെ ഭംഗിയായിട്ട് പര്യവസാനിക്കുമെന്ന്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ദിവസം, ഈ ഒരു ചടങ്ങിന് മുമ്പായിട്ട് തൊട്ട് 3 മണി തൊട്ട് മഴ പെയ്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുണ്ട് രാജുചേട്ടൻ ഇനിയും പുസ്തകങ്ങൾ എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൂ, യാതൊരു സംശയവുമില്ല, ഈ ചടങ്ങ് ധന്യമായി. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു പരിപാടിക്ക് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, നമ്മുടെ അനുമൻ ചേട്ടനൊക്കെ പറഞ്ഞാൽ BJPയുടെ ജില്ലാ നേതാക്കന്മാരൊക്കെയാണ്, ചേച്ചി അവിടുത്തെ കൗൺസിലറാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക്
വേണമെങ്കിൽ വി മുരളീധരനെയൊക്കെ വിളിക്കാം, നമുക്ക് അതിൻ്റെ വൈക്കത്ത് വെച്ചോ ഒക്കെ നടത്താം പ്രോഗ്രാം. അപ്പം നമ്മൾ പറഞ്ഞു അതല്ല, നമുക്ക് തിരുവല്ലയിൽ വെച്ച് തന്നെ നടത്തണം, ചേട്ടൻ്റെ ജന്മസ്ഥലമല്ലേ എന്നൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മനോഗതം പോലെ തന്നെ പല പേരുകളും വന്നപ്പോൾ തന്നെ നമ്മൾ ഇതെല്ലാം അതൊന്നുമല്ല, ഈ ഒരു പ്രകാശന ചടങ്ങിന് അഭികാമ്യം തീർച്ചയായിട്ടും വയലാർജിയുടെ നമ്മളൊക്കെ നെഞ്ചോട് ചേർത്ത് ആരാധിക്കുന്ന ആ വയലാർജിയുടെ മകൻ തന്നെ മതി എന്നൊരു തീരുമാനത്തിലെത്തി. അതുപോലെ തന്നെ കളക്ടറുടെ കാര്യം ആരോ അന്ന് ഞങ്ങൾ സംസാരിച്ചു കൂടെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ആ കളക്ടറെ പോലെ തന്നെയൊക്കെ അല്ലേ നമ്മുടെ പിന്നെ അധ്യക്ഷ ചെയർപേഴ്സൺ ഇരിക്കുന്നത്, മാത്രമല്ല കലാതിലകമൊക്കെ ആയിരുന്നു. അധ്യക്ഷ തന്നെ മതി, മാത്രമല്ല പോസിറ്റീവ് എനർജി ഉള്ള ആളാണ്, ഏത് കാര്യത്തെയും പോസിറ്റീവായി കാണുന്ന ആളാണ്. അങ്ങനെ നമ്മൾ അതുപോലെ ഊർമിള ഉണ്ണി തിരുവല്ലായുമായിട്ട് നെടുമ്പുറത്ത് കൊട്ടാരമായിട്ട് വൈകാരിക ബന്ധമുള്ള ആളാണ്. അങ്ങനെ ഈ ഒരു ചടങ്ങ് ധന്യമാക്കാൻ ഈ ഒരു ആളുകൾ മതി എന്ന് ഞങ്ങൾ തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും അത് ധന്യമായി, വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ വല്യച്ഛൻ വെല്ലുപറമ്പിൽ മാധവൻപിള്ള എന്ന് പറയുന്ന വല്യച്ഛൻ ജോലി രാജിവെച്ച് ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അന്ന് എനിക്കും എൻ്റെ അച്ഛനൊക്കെ ഉൾപ്പെടെ ആളുകൾക്ക് ഇഷ്ടമല്ല. എനിക്കുമൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. 8 മക്കളുള്ള ഈ വല്യച്ഛൻ്റെ കാണിക്കുന്നത് എന്തൊരു കഷ്ടമായി, വെല്ലുമിച്ചയൊക്കെ ഇത്രയും കഷ്ടപ്പെടുത്തി. അങ്ങനെ മന്നത്തപ്പൂപ്പൻ്റെ കൈപിടിച്ചുകൊണ്ട് ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിയ ആ വല്യച്ഛൻ്റെ ചെറുമകൻ ഇന്നിപ്പോൾ വെല്ലുപറമ്പിൽ കുടുംബത്തിൻ്റെ യശസ് ഒരു പടി കൂടി ഉയർത്തിയിരിക്കുന്നു. 2ാം തലമുറപ്പെട്ട ആളുകൾ ഒത്തിരി പേര് അധ്യാപകരായിരുന്നു, ഹെഡ് മിസ്ട്രസ്മാരായി. അങ്ങനെ ആ ഒരു നിലവാരം പുലർത്തി. അതുപോലെ തന്നെ പേരപ്പൻ രാജച്ചൻ്റെ അച്ഛൻ സിവിൽ ഏവിയേഷൻ ഓഫീസറായിരുന്നു, അനിയന് നേവി. അങ്ങനെ ആ 2ാം തലമുറയും വളരെ ഗംഭീരമായി ഈ വെല്ലുപറമ്പിൽ കുടുംബത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയി. എന്നാൽ രാജച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മാത്രമല്ല, വെല്ലുപറമ്പിൽ കുടുംബത്തിൻ്റെയും എൻ്റെയൊക്കെ ഒരു വലിയൊരു സ്വകാര്യമായ ഒരു വലിയ അഹങ്കാരമായിരുന്നു രാജച്ചേട്ടൻ. കാരണം രാജച്ചേട്ടനൊന്നും ചെറുപ്പത്തിൽ ആദ്യമൊന്നും മിണ്ടത്തില്ലെങ്കിൽ പോലും മാറി നിന്ന് ചേട്ടൻ്റെ ഓരോ ചലനങ്ങളും ചേട്ടൻ്റെ ആ പടിപടിയായുള്ള ഉയർച്ചയും ഒക്കെ അസൂയ വളരെ വളരെ സന്തോഷത്തോടെ കൂടി നമ്മൾ നോക്കി കണ്ടിട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും ആ 4 തലമുറയുടെ സൗഭാഗ്യം അനുഭവിക്കാനുള്ള യോഗവും രാജകൊച്ചാൻ ഉണ്ടായിട്ടുണ്ട്. കാരണം വല്യച്ഛൻ ഉൾപ്പെടെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെയൊക്കെ ശരിക്കും ഒരു ഹീറോയാണ് ചേട്ടൻ. എൻ്റെ മകനൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നു രാജകൊച്ചാനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, സംശയമില്ല. കാരണം എന്തെങ്കിലും അവന് കുഞ്ഞു പ്രായം തൊട്ടേ അവൻ രാജുപേരപ്പൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഓരോരോ അധികമൊന്നും ചേട്ടനെ അവൻ വർഷത്തിൽ ഒരിക്കലാണ് കാണുന്നത്. പക്ഷേ രാജുപേരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജുപേരപ്പനാകണം എന്നുള്ളൊരു ലക്ഷ്യബോധം കുട്ടിക്കാലത്ത് തന്നെ ആ നമ്മുടെ 4ാമത്തെ തലമുറയ്ക്കും പകർന്നു കൊടുക്കാൻ ചേട്ടന് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഞാൻ മോഹൻലാലിനോടൊപ്പം ചേട്ടനെ ഉപമിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം 4 തലമുറയുടെ സൗഭാഗ്യം മോഹൻലാൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ഒരു രീതി തന്നെയാണ് നമ്മുടെ രാജകൊച്ചാടനം. ആ ഒരു വല്യച്ഛൻ ഉൾപ്പെടെ മുമ്പേ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ അപ്പച്ചിമാരുടെ ആദ്യത്തെ അവിടെ ആൺ ജനിച്ചപ്പോൾ കൈവെള്ളയെ കൊണ്ടുവരുന്നു. അതിനുശേഷമുള്ള ഞങ്ങളുടെ പ്രായത്തിലുള്ള സൂചന ഉൾപ്പെടെ ഞങ്ങൾ അതേപോലെ ചേട്ടനെ ഹീറോ ആയിട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം എൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ എല്ലാവരും 4 തലമുറയിൽപ്പെട്ട ആളുകളുടെ ആ ഒരു ശരിക്കും വാത്സല്യവും സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും കിട്ടിയ രാജു കൊച്ചാടൻ തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു പുസ്തകം എഴുതി ചുമ്മാതിരിക്കാമെന്ന് കരുതണ്ട. തീർച്ചയായും ഇനിയും ആ ഒരു അനുഭവങ്ങൾ പങ്കുവെച്ച് വെല്ലുപറമ്പിൽ കുടുംബത്തിന് മാത്രമല്ല, മന്നത്തപ്പൂപ്പനൊക്കെ പറയുന്ന പോലെ ആദ്യം സ്വന്തം കുടുംബം, പിന്നെ നമ്മുടെ സമാജം, പിന്നെ നമ്മുടെ നാട് എന്നുള്ള നിലയിൽ മറ്റുള്ള അടുത്ത തലമുറയ്ക്ക് ഇതൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാരണം 15ാമത്തെ വയസ്സിൽ നല്ല പ്രായത്തിൽ ഈ നാട് ജോലിക്ക് വേണ്ടി പോയി വളരെ കഷ്ടപ്പെട്ട് ഈ അത്യുന്നതങ്ങളിലെത്തിയ ചേട്ടന് തീർച്ചയായിട്ടും ആ അനുഭവങ്ങൾ ഈ ഒരു പുസ്തകം കൊണ്ട് തീരും എന്നെനിക്ക് ഒരിക്കലും വിശ്വാസമില്ല. തീർച്ചയായിട്ടും ഇനിയും ചേട്ടന് ഞങ്ങൾക്കൊക്കെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇനി പ്രചോദനം നൽകാൻ വേണ്ടി എഴുതണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. മറുപടി പ്രസംഗത്തിനായി ക്യാപ്റ്റൻ VSM നായർ സാറിനെ ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇനിയിപ്പോൾ ഞാനും രാജുചേട്ടനെ വിളിക്കത്തുള്ളൂ, ഞങ്ങളെല്ലാവരും. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ മാറിക്കഴിഞ്ഞു. ഏറെ ബഹുമാനത്തോടെ രാജുചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ വേദിയിലെത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇതിലെ ഇപ്പോൾ നന്ദി എങ്ങനെ പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ കോരിച്ചൊരിഞ്ഞ മഴയിൽ ഇവിടെ ഇത്രയെങ്കിലും ആൾക്കാർ വന്നതിൽ എല്ലാവരും ബുദ്ധിമുട്ടിയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാകുക. ഒക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കൂ. ഇനിയും കുറച്ച് ആൾക്കാർ കൂടി വരാനുണ്ടായിരുന്നു. പക്ഷേ ഈ അപ്രതീക്ഷിതമായ പെയ്ത മഴയിൽ അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഈ സദസ്സിൽ വന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷ അവർക്കും ശരത്ചന്ദ്ര വർമ്മ സാറിനും മെനി താങ്ക്സ്, വളരെ നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഇവിടെ എഴുതിക്കൊണ്ട് വന്നതാണ്.
ആദ്യമായി നന്ദി പറയാനുള്ള ഊർമിള ഉണ്ണി ഉദ്ഘാടനം കഴിഞ്ഞ് തിരക്കോടുകൂടി പോയി. കാരണം ഈ മഴ കാരണം പിന്നെ മാഡത്തിന് എറണാകുളത്ത് എത്തണം, കുറച്ച് വൈകും. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പോവാണ്. എന്നാലും നന്ദി പറയണമല്ലോ. അപ്പോൾ തിരക്കേറിയ പരിപാടിയിലാണ് മാഡം വന്നത്. അപ്പോൾ ഇങ്ങനെ പറയും, ഇങ്ങനെ ഇന്നലെ കുന്നംകുളത്തായിരുന്നു. കുന്നംകുളത്തെ ശോഭന മാഡത്തിൻ്റെ ഡാൻസ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ വളരെ വൈകിട്ടാണ് വീട്ടിൽ എറണാകുളത്ത് തിരിച്ചെത്തിയത്. എങ്കിലും സമയത്തിന് മുമ്പ് തന്നെ ഈ സമ്മേളനത്തിൽ വരാമെന്ന് പറഞ്ഞു. സമയത്തിന് മുമ്പ് വരികയും മാഡത്തിൻ്റെ ഇവിടെയുള്ള തറവാട്ടിൽ കുറേ നേരം വിശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നു. സമയം പോകുന്നു, മഴ വരുന്നു. എങ്കിലും മാഡം ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തു. മാഡത്തിന്, ഊർമിള മാഡത്തിന് നന്ദി പറയുന്നു. രണ്ടാമതായി, തിരുവല്ലയുടെ സാരഥിയും നഗരസഭാ അധ്യക്ഷയുമായ ശ്രീമതി ബിന്ദു ജയകുമാർ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ജോലികൾക്കിടയിൽ ഇവിടെ വന്ന് അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും പരിപാടി വിജയിപ്പിക്കുകയും ചെയ്തു. മാഡത്തിനെ പരിചയപ്പെടുത്തിയത് നമ്മുടെ ലാൽ നന്ദാവനമാണ്, എൻ്റെ അനുജൻ. അപ്പോൾ മാഡത്തിനെ പറ്റി ഇനി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഇവിടെയുണ്ട്, മിസ്റ്റർ ജയകുമാർ. ഇവരെ പറ്റി കൂടുതൽ അറിയാനും ആഗ്രഹമുണ്ട്. എന്നാലും മാഡം നന്ദി പറയുന്നു. ഇനി പറയേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ശരത്ചന്ദ്ര വർമ്മ സാർ. സാറ് പറയുകയുണ്ടായി എന്നോടിപ്പോൾ എന്നെ സാറെന്ന് വിളിക്കേണ്ടതാണ്. പക്ഷേ ഇത്ര വലിയൊരു മനുഷ്യൻ ഞാൻ നോക്കുമ്പോൾ മലയാളത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ എന്ന് പറയാം മഹാകവിയായിരുന്ന ശ്രീ വയലാർ രാമവർമ്മ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിനെ പറ്റി എഴുതിയ കാര്യങ്ങളും നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുകയും വായിക്കുകയും അതുപോലെ സമാഹരിക്കുകയുണ്ടായി പല പുസ്തകങ്ങളുമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പ്രഗത്ഭനായ കവിയും വാഗ്മിയും ഗാനരചയിതാവും ഒക്കെയായ ശരത്ചന്ദ്ര വർമ്മ സാർ ഇവിടെ വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഒരു കാര്യം കൂടെ പറയുണ്ടായി. ഞാൻ ഈ ഫ്ലവേഴ്സ് ടി വിയിലെ ഈ ടോപ്പ് സിംഗർ പ്രോഗ്രാം കാണും. പാട്ടുകൾ കേൾക്കും, കുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ പാട്ടുകളെക്കാളും കുട്ടികളെ എങ്ങനെ നർച്ചറിങ് ചെയ്യുന്നു അത് കേൾക്കുന്നുണ്ട്. സാറ് അവിടെ വരികയും ആ കുട്ടികളുമായിട്ട് മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അത് രസകരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. നല്ലൊരു അനുഭവമാണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി വേദി പങ്കുചെയ്യാൻ പറ്റിയതിൽ സന്തോഷിക്കുകയും അദ്ദേഹത്തിന് ഈ പുസ്തകം പ്രകാശനം ചെയ്ത് തന്നതിന് നന്ദിയും അർപ്പിക്കുന്നു. ഇനിയും ഇവിടെ വരാനുണ്ടായിരുന്ന വ്യക്തികൾ എത്തിയിട്ടില്ല. എങ്കിലും നമുക്ക് ഈ സമയം കൂടിയ വൈകിയുകൊണ്ട് ഞാൻ ഇവിടെ സദസ്സിൽ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി 2 വരി വിത്ത് യോൾ പെർമിഷൻ പുസ്തകത്തെപ്പറ്റി 2 വരി പറയാം. ഒരു കപ്പിത്താൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞാൽ കപ്പിത്താന്മാർ നിറയുണ്ട്, ഞങ്ങളുടെ എല്ലാവരും ഫ്രണ്ട്സ് ഉണ്ട്, കൊള്ളിക്ക് ഒരുപാട് കപ്പിത്താൻ ഉണ്ട്. പക്ഷേ ഈ കപ്പിത്താൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നതിന് ടൈറ്റിൽ കൊടുക്കാൻ എന്തുകൊണ്ട് ടൈറ്റിൽ കൊടുത്തു എന്ന് എന്നോട് പലരും ചോദിച്ചു. നമ്മൾ ഓർമ്മക്കുറിപ്പുകൾ എഴുതുമ്പോൾ പലതും ചെറുപ്പകാലത്തെയും നടന്നതും നടക്കാനിരിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതിൽ. പക്ഷേ ഒരു കടൽ ജീവിതത്തെ പറ്റിയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ പലരും കുട്ടികളടക്കം വലിയ മുതിർന്ന ആൾക്കാരും ചോദിക്കും എന്താണ് കടലിലെ. അപ്പം പലരും ധരിക്കുന്നത് കടലിൽ പോയി കഴിഞ്ഞാൽ സുഖമാണ്, നല്ല ശമ്പളം കിട്ടും, നല്ല ഭക്ഷണം കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ ആൾക്കാരിലുണ്ട്. അതുകൂടാണ്ട് കപ്പൽ ജീവിതത്തെപ്പറ്റി എന്താണെന്നോ, അവരെവിടെയൊക്കെ യാത്ര ചെയ്തു, എന്തൊക്കെ അനുഭവിച്ചു, എന്തൊക്കെ ആരെയൊക്കെ കണ്ടു, ആരുമായിട്ട് അനുഭവങ്ങൾ പങ്കുവച്ചു, ഇതൊന്നും വ്യക്തമല്ല. അപ്പോൾ നമ്മൾക്ക് സാധാരണ ഭാഷയിൽ ഞാനൊരു സാഹിത്യം കാരണം ആ രീതിയിലുള്ള ഒരു എഴുത്തല്ലിത്. ഇതൊരു പുസ്തകം മറ്റ് ആൾക്കാരിലേക്ക് എൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല മറ്റ് പലരുടെയും അതിലുണ്ട്, എൻ്റെ മാത്രമായിട്ടുള്ള അനുഭവങ്ങളല്ല അതിൽ ഞാൻ കണ്ട വ്യക്തികളുടെയും കപ്പലിലെ യാതനകളും അതുപോലെ കരയിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പം കരയിൽ പോകുമ്പം കരയിൽ കണ്ട ആൾക്കാരുടെ പല ബുദ്ധിമുട്ടുകളും അവിടെ കണ്ട പല ബന്ധുക്കളെയും അവരുടെ ജീവിത രീതികളും അനുഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എങ്ങനെ വരും
നിങ്ങൾ വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ ബാല്യകാലം ഈ തിരുവല്ലയിൽ വെച്ചിട്ട് പലരിനോട് ചോദിച്ചു, തിരുവല്ലയിൽ വെച്ചിട്ട് എന്തിനാണ് ഇത് പ്രകാശനം ചെയ്യുന്നത്? തൃശ്ശൂരല്ലേ പുസ്തക പ്രകാശനം ചെയ്യാൻ അതിൻ്റെ ഒരു മണ്ണ്, പുസ്തക പ്രകാശനത്തിൻ്റെയോ അല്ല സാഹിത്യത്തിൻ്റെയോ ഒക്കെ ഒരു മണ്ണ് തൃശ്ശൂരല്ലേ, എന്തിന് തിരുവല്ലയിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യുന്നു? അപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് ഞാൻ ഒന്നും അതിന് മറുപടി പറഞ്ഞില്ല ആദ്യം ചോദിച്ച ആളുകളോട്. പക്ഷേ ഞാൻ പറയാം, തിരുവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം തൊട്ട് വള്ളംകുളം, തിരുവല്ലയിൽ പെടും അത്, തിരുവല്ല തന്നെയല്ലേ വള്ളംകുളം. വള്ളംകുളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമം. അവിടെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത്, നല്ല നല്ല അനുഭവങ്ങൾ. അവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, അന്ന് ഉണ്ടായിരുന്നു എന്ന് പറയാം, പക്ഷേ അധികം രാഷ്ട്രീയപരമായിട്ട് ആളുകൾ പെരുമാറിയിരുന്നില്ല. ഇന്ന് കാലം മാറി, അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ കാണുമ്പോൾ നമുക്ക് വിഷമം വരും. ഞങ്ങളുടെ കുട്ടിക്കാലം, ഞാൻ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ, ആളുകൾ ചിലപ്പോൾ തേടുകയുണ്ടാവും. ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒന്ന് പോയി കാണാം, നോക്കാം, വള്ളംകുളത്തേക്കൊന്ന് പോവാം, യാത്ര ചെയ്യാം. പക്ഷേ വള്ളംകുളത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് വള്ളംകുളം അതുപോലെ തന്നെയുണ്ട്, യാതൊരു മാറ്റമില്ല, വലിയ മാറ്റങ്ങളൊന്നുമില്ല. വയലുകൾ പോയി, പുഞ്ചകൾ മാറി, എല്ലാം മണ്ണ് കത്തി ആളുകൾ വീട് വെച്ചു. പഴയ തവളകൾ കരയുന്നില്ല, പക്ഷികളില്ല, ഒന്നുമില്ല. ആളുകൾ കൊണ്ട് നിറഞ്ഞു, വള്ളംകുളം കൊണ്ട് നിറച്ചു, ആളുകളെ കൊണ്ട് നിറച്ചു, അല്ലാണ്ട് ഒന്നുമില്ല അവിടെ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമം. പക്ഷേ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തേടിയ വള്ളംകുളത്ത് പോയാൽ അത് കാണുമോ, കിട്ടുമോ, അങ്ങനെ ആൾക്കാരെ കാണാൻ പറ്റുമോ എന്നെനിക്ക് അറിയില്ല. എങ്കിലും അതുപോലെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിൽ കൂടുതലും കപ്പൽ യാത്രകളെ പറ്റി ഞാൻ പറഞ്ഞു, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, സമയക്കുറവ് കാരണം. പിന്നെ ഒന്നുകൂടി മാഡം ഇവിടെ ഇരിക്കുന്നു, മാഡത്തിൻ്റെ അധ്യക്ഷതയിൽ ഇവരെല്ലായിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി പറയുന്നത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വള്ളംകുളത്തേക്ക് പോകുമ്പോൾ ഇവിടെ മണിമല ആർട്ടിൻ്റെ അവിടെ മനക്കച്ചിറ പാലത്തിൽ കയറി നിന്നിട്ട് ഒരു അരമണിക്കൂറോളം അവിടെ നിന്നു. വണ്ടി അതിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ മണിമലയാറിൻ്റെ മുകളിലേക്കും താഴേക്കും നോക്കി. എവിടെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന മണൽപ്പരപ്പുകൾ അവിടെ എങ്ങുമില്ല, മണൽപ്പരപ്പ്. ഞാൻ മനസ്സിലൊന്ന് വിചാരിച്ചു, ഇനി മണിമലയിൽ നിന്ന് കടലിലേക്ക് മണിമലയാർ ഒഴുകുന്നുണ്ട്, ഒരു സഞ്ചാരം നടത്തിയാലോ വള്ളത്തിൽ. പണ്ട് ഞങ്ങൾ പുഴുക്കീഴ് പഞ്ചസാര മില്ലിലേക്ക് കരിമ്പും കൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ കൂടി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മണൽത്തിട്ടകളിലും വള്ളം കുറ്റിയടിച്ച് കെട്ടിയിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങി മണലിൽ കൈകൊണ്ട് ഇങ്ങനെ മണൽ മാറ്റി അതിലും നല്ല തണുത്ത വെള്ളം, നല്ല ഇളനീര് കുടിക്കുന്നതിനേക്കാളും നല്ല വെള്ളം കോരി കുടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ആ മണൽപ്പരപ്പ് എവിടെയില്ല, മണിമലയാറ് മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് തിരിച്ചെങ്ങനെയാണ് കിട്ടുക? ഇവിടുത്തെ നഗരസഭ വിചാരിച്ചാലോ ആരും വിചാരിച്ചാലും നടക്കുന്ന കാര്യമൊന്നുമല്ല, അത് ഓൾറെഡി ഡെഡ്. അപ്പോൾ അതിന് ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും വളരെ നന്ദി പറയുന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മളൊക്കെ കൽപ്പറ്റ നാരായണൻ എന്നൊരു സാഹിത്യ നിരൂപകൻ, എഴുത്തുകാരൻ, പ്രാസംഗികനുണ്ട്. അദ്ദേഹം ഒരു 4 വരി അല്ലെങ്കിൽ 2 വരി കൊണ്ട് ഒരു ജീവിതം അദ്ദേഹം പറഞ്ഞു വെച്ചു. എനിക്ക് ഇനി എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാം, എന്നെ കാത്ത് വിളക്കും കത്തിച്ചു കൊണ്ടിരുന്ന എൻ്റെ അമ്മ മരിച്ചു. അത് ഞാൻ തിരുത്തുകയാണ്. എന്നെ കാത്തുകൊണ്ട് ഇരിക്കുന്ന 4 വിളക്ക് ഇപ്പോഴും വീട്ടിലുണ്ട്. ഭാര്യയുടെ 2 കണ്ണും അമ്മയുടെ 2 കണ്ണും. അതുകൊണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കരുത്, ഞാൻ പോകും.